ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. മൗനരാഗം സീരിയലിൻ്റെ നെക്സ്റ്റ് വീക്ക് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതാ നമ്മുടെ ശാരി ബഗാസുറിനും കൂടി ഒരു ഡീല് സംസാരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഈ മനോഹരൻ എന്ന് പറയുന്ന വൃത്തികെട്ടവൻ്റെ കുഞ്ഞ് അതിനെ തൻ്റെ മകളുടെ അടുത്ത് നിന്നും മാറ്റണം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്നുള്ള കാര്യം ഇവരിങ്ങനെ ആലോചിച്ചൊക്കെ ഇരിക്കുക. അപ്പോൾ ശാരി പറഞ്ഞു, നിങ്ങൾ എന്ത് പണി ചെയ്താലും അവസാനം അതൊക്കെ എനിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ തന്നെ പാരയായിട്ടേ വന്നിട്ടുള്ളൂ. എന്തായാലും ആലോചിച്ചും കണ്ടും ചെയ്യണം. ഒരു കുഞ്ഞാണ്, ആ കുഞ്ഞിനെ കളയാനൊന്നും മനസ്സില്ല. എന്നാലും എൻ്റെ മോളുടെ ജീവിതം നശിച്ചു പോകുമല്ലോ എന്ന് ആലോചിച്ചിട്ട് മാത്രമാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിനൊക്കെ കൂട്ടു നിൽക്കുന്നതെന്ന് ശാരി പറഞ്ഞു. ബഗാസുരനാണെങ്കിൽ അവിടെ കിടന്ന് ഭയങ്കര ആലോചന, എങ്ങനെയാണ് ഈ കൊച്ചിനെ ഒന്ന് ഒഴിവാക്കാൻ പറ്റുക എന്ന്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ചേർന്ന് ഒരു ഐഡിയ അങ്ങോട്ട് കണ്ടെത്തുകയാണ്. അവരുടെ ആ ഒരു കാര്യങ്ങളും പിന്നീട് വരുന്ന ആ ഒരു വിശേഷങ്ങളും ഒക്കെയാണ് ഇനി വരുന്ന ആ ഒരു നെക്സ്റ്റ് വീക്ക് പ്രമോ വിശേഷത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ സരയു ആണെങ്കിലും സ്വർഗം കീഴടക്കിയ സന്തോഷത്തിൽ തൻ്റെ ഭർത്താവിനൊപ്പവും കൺമണി എന്ന് വിളിക്കുന്ന തൻ്റെ കണ്ണിലുണ്ടിക്കൊപ്പവും ഒക്കെ സന്തോഷമായിട്ട് ജീവിക്കുക. അപ്പം ഇവളുടെ ഈ സന്തോഷങ്ങളും അതുപോലെ ഇതിന് വലിയ ആയുസില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ശാരി നീറി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മുടെ രൂപയാണെങ്കിലോ ഇവിടുത്തെ നൂലുകെട്ടൽ ചടങ്ങിന് ശേഷമാണ് രൂപ നേരെ പോകുന്നത് നമ്മുടെ കിരണിൻ്റെയും കുഞ്ഞിൻ്റെയും ഒക്കെ അടുത്തേക്ക്. അവിടെ ചെല്ലുമ്പോൾ കിരൺ പറഞ്ഞു, എന്താ അമ്മ എന്താ ലേറ്റ് ആയത്? എൻ്റെ മോനെ നീ കണ്ടതല്ലേ, ഞാൻ ആ ബഗാസുറിൻ്റെ അടുത്ത് പോയില്ലെങ്കിൽ പിന്നെ നിൻ്റെ അച്ഛനും ഞാനും തമ്മിൽ പൊരിഞ്ഞ പ്രേമമാണെന്ന് അയാൾ വിചാരിക്കും. അറിയാലോ, കൊല്ലാൻ പോലും മടിയില്ലാത്തൊരു ദുഷ്ടനാണെന്ന്. ആ കുഞ്ഞിൻ്റെ അവസ്ഥ ആലോചിക്കുമ്പം അതിലും വലിയ കഷ്ടമായിട്ട് തോന്നുക. ശാരിയും ബഗാസുരനും എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവർ ആ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇത്രയും കാലവും ആ താരയെ പറ്റിച്ചും താരയുടെ ജീവിതം നശിപ്പിച്ചും ഒക്കെ ബഗാസുരൻ അയാൾ സന്തോഷിച്ച് ജീവിക്കുകയല്ലായിരുന്നോ? അയാൾക്ക് ഇപ്പം കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷയാണ് മോനെ കിട്ടിയിരിക്കുന്നത്. അയാൾ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. എൻ്റെ 25 വർഷങ്ങളാണ്, എൻ്റെ നല്ല പ്രായം, എൻ്റെ നല്ല ജീവിതം, ഇതെല്ലാം ആ ദുഷ്ടം നശിപ്പിച്ചത്. ഇപ്പം മകൾ അവിടെ കിടന്ന് കാണിക്കുന്നുണ്ടല്ലോ. ഇവിടെ നമ്മുടെ കല്ലുമോൻ്റെ പിറന്നാളിന് ഒപ്പിച്ചുകൊണ്ട് അവിടെ അങ്ങോട്ട് നൂലുകെട്ടൽ ചടങ്ങ് ഗംഭീരമാക്കുമല്ലായിരുന്നോ? ഇവളിതൊക്കെ ചെയ്തിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഇതൊന്നും പ്രയോജനമില്ല. ഇന്നല്ലെങ്കിൽ നാളെ മനോഹരൻ എന്ന് പറയുന്നവൻ പൊടിയും തട്ടി പോവും. അന്ന് അവൾ മനസ്സിലാക്കും എന്തായിരുന്നു ശരിയെന്നും ആരായിരുന്നു ശരിയെന്നും എന്നുള്ള കാര്യം അന്ന് അവൾക്ക് മനസ്സിലാകും. അന്ന് അവൾ ശരിക്കും പശ്ചാത്തപിക്കും മോനെ. ആ അച്ഛനും അമ്മയും അതിനനുസരിച്ച് വേദനിക്കുകയും ചെയ്യുമെന്ന് രൂപ പറയുക. സേനനാണെങ്കിലോ എൻ്റെ പൊന്നു രൂപ എത്ര കിട്ടിയാലും പഠിക്കില്ല ശാരിയും അവളുടെ ഭർത്താവും ഒന്നും. ശാരിക്ക് ഒരു കൊട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും ശാരി ബഗാസുരനുമായിട്ട് ഒക്കോ ഇല്ലേ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ നമുക്ക് ഒന്നും മുന്നേ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ കല്യാണിത ഭക്ഷണമൊക്കെ എടുക്കുകയാണ്. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ആസ്വദിച്ച് ഭക്ഷണമൊക്കെ കഴിക്കുമ്പം ശാരിക്ക് ഭയങ്കര ടെൻഷനാണ്. കണ്ടില്ലേ, ഇല്ലാത്ത സന്തോഷം നമ്മളിവിടെ ഉണ്ടാക്കി അഭിനയിക്കുമ്പം അപ്പുറത്ത് എന്താ നടക്കുന്നത്? അവർ വലിയ സന്തോഷത്തിൽ അവരെ തകർക്കാൻ നോക്കിയ നമ്മളാണെങ്കിൽ വലിയ ദുഃഖത്തിലും അങ്ങനെയൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പം നമ്മുടെ പ്രകാശിനെ കാണിക്കുക. അപ്പം ദാ ലക്ഷ്മി എന്ന് പറയുന്ന മാരണത്തിനെ ഒഴിവാക്കിയതിന് ശേഷം പ്രകാശൻ നല്ല സന്തോഷവാനായിട്ട് ഇരിക്കുകയാണല്ലോ. അപ്പം ഈ കല്യാണിയുടെയും കുഞ്ഞിൻ്റെയും ഒക്കെ ആ ഒരു ഫംഗ്ഷനും കാര്യങ്ങളും ഒക്കെ കാർത്തിക കൊണ്ടുവന്ന് പ്രകാശിനെ കാണിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പ്രകാശൻ ഇതൊക്കെ കണ്ടതിന് ശേഷം അവൾക്ക് എന്ത് സന്തോഷം. അവളുണ്ടല്ലോ അധിക നാൾ ഇതുപോലെ സന്തോഷിക്കില്ല. ഞാൻ എൻ്റെ ലക്ഷ്മിയെ വിവാഹം കഴിക്കട്ടെ, അതിനുശേഷം അവളുടെ എല്ലാ സാധനങ്ങളും അതായത് അവളുടെ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഞാൻ തകർത്ത് തരിപ്പണമാക്കുമെന്ന് പുള്ളിക്കാരൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഈ സമയമാണെങ്കിൽ മരിച്ചുപോയ ലക്ഷ്മി എന്തായാലും പ്രേതമായിട്ട് വന്നു കഴിഞ്ഞു. ഇന്ന് തന്നെ ക്ഷേത്രത്തിൽ പോയിട്ട് അതിന് വേണ്ടുന്ന വഴിപാടുകളൊക്കെ ചെയ്യണമെന്നും പറഞ്ഞ് മൂങ്ങാമുത്തശ്ശി അടുത്ത് വന്നു. ചെയ്യാമേ, ഞാനും അങ്ങനെ തന്നെ ആലോചിച്ചിരിക്കുന്നത്. എന്തായാലും കോടതി കൂടുന്നതിന് മുന്നേ അമ്പലത്തിൽ പോയിട്ട് നല്ലതുപോലെ മനസ്സ് നിറഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രകാശൻ ക്ഷേത്രത്തിലെത്തുകയാണ്. അവിടെ ആണെങ്കിലും പതിവ് പോലെ തന്നെ ദീപയും എത്തി. ദീപയെ കണ്ടപാടെ തന്നെ പ്രകാശനാണെങ്കിലും കട്ടക്കലിപ്പുമായിട്ട് ദീപയുടെ അടുത്തേക്ക് ചെല്ലുക. നിനക്ക് എന്ത് സന്തോഷമായിരുന്നു എൻ്റെ കല്യാണം മുടങ്ങിയപ്പോൾ. എടി, മുടങ്ങിപ്പോയ വിവാഹം ഉണ്ടല്ലോ, അതിലും ഗംഭീരമായിട്ട് ഈ പ്രകാശം നടത്തി കാണിക്കും. നീ എന്താ വിചാരിച്ചത്? കല്യാണവും പോയി, അതുപോലെ ആദ്യ ഭാര്യ വന്നു എന്നും പറഞ്ഞ് ഞാനൊരു മൂലയിൽ പോയി കിടന്ന് കരയുമെന്ന് വിചാരിച്ചോ? നിനക്ക് തെറ്റിപ്പോയി കേട്ടോ.
ഞാൻ തീ കുരുത്തതാ, അങ്ങനെയൊന്നും ആടത്തില്ല മോളെ എന്ന് പറഞ്ഞു. ദീപയാണെങ്കിലോ, താൻ എന്തിനാ എന്നോട് സംസാരിക്കാൻ വരുന്നത്? ഞാനും താനും തമ്മിലുള്ള ബന്ധമൊക്കെ അന്ന് കോടതിയിൽ അവസാനിപ്പിച്ചതല്ലേ. പിന്നെ എനിക്ക് തന്നോട് സംസാരിക്കാനൊന്നും തീരെയും താല്പര്യമില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് അമ്പലത്തിൽ വരുമ്പോഴെങ്കിലും നേരെ വന്ന് നിൽക്കാണ്ടിരിക്കുക. ദീപ ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണെങ്കിലും നമ്മുടെ മൂങ്ങ കൂടെയുണ്ട്. മൂങ്ങയാണെങ്കിൽ എന്താ പ്രകാശനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, എടീ നിനക്കറിയില്ല എൻ്റെ മോൻ്റെ കരുത്ത്. എൻ്റെ മോനുണ്ടല്ലോ കോടീശ്വരനാകും, കോടീശ്വരൻ. നിന്റെ ആ മരുമോനെ പോലെയൊന്നും അല്ലടി. അവനെ 2000 3000 കോടി അത്രയും കോടിയുടെ ആസ്തിയുള്ള ഒരുത്തനായി മാറും. എൻ്റെ പ്രകാശിൻ്റെ പേരിലേക്കാ കാർത്തിക മോൾ എല്ലാം എഴുതി വെക്കാൻ പോകുന്നത്. എൻ്റെ വിക്രം ഉണ്ടല്ലോ, നീ തള്ളിയിട്ട് പോയവൻ, അവൻ രാജകുമാരനാടി, രാജകുമാരൻ. അവനും അതുപോലെ ഞങ്ങളുടെ കാർത്തിക മോൾക്കും പറ്റിയൊരു ബന്ധം തന്നെ ഞങ്ങൾ നടത്തും. അന്നാരം നീയും നിന്റെ മക്കളും കൂടി ഇരുന്ന് കരയുമെന്നൊക്കെ പറഞ്ഞു. ആയിക്കോട്ടെ, നിങ്ങൾ നടത്താൻ പറ്റുന്നതൊക്കെ നടത്ത്. ഇയാൾക്കെതിരെയുള്ള കോടതി കേസിൽ ഇതുവരെ വിധിയൊന്നും വന്നിട്ടില്ലല്ലോ. വിധി വരട്ടെ, വന്നതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം. പിന്നെ എന്ത് ദുഷ്ടത്തരം ചെയ്യാനായിട്ട് മടിയില്ലാത്ത ഒരുത്തനാണ് ഇയാളെന്ന് എനിക്ക് മുന്നേ അറിയാവുന്നതാണല്ലോ. അതുകൊണ്ടല്ലേ ഈ മഹാഭാവി എൻ്റെ കുഞ്ഞിന് വിഷം കൊടുത്തത്. അങ്ങനെയുള്ള ഇവനെ ഞാൻ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കില്ല. നിങ്ങൾ ആ ലക്ഷ്മി കോടതിയിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചില തിരുപ്പ് പരിപാടികൾ ചെയ്യുമെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊന്നും കാര്യങ്ങൾ നടക്കില്ല. നിങ്ങൾ നശിച്ച് നാറാണക്കല്ല് പിടിക്കും. ഈ തെരുവിലൂടെ താൻ തെണ്ടി നടക്കുന്ന കാഴ്ച ഞാൻ കാണൂടോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദീപ നല്ല ദേഷ്യത്തിൽ ഇയാളോട് സംസാരിക്കുക. പ്രാക്കാണല്ലോ അമ്മേ, എന്ത് ചെയ്യാനാ? ഇവളെ എപ്പോൾ കണ്ടാലും അവൾ എന്നെ പ്രാകാതെ വിടില്ല എന്ന് പറഞ്ഞ് പ്രകാശൻ മൂങ്ങയും കൂട്ടിയിട്ട് അവിടുന്ന് പോവുക. അങ്ങനെ കോടതി കൂടുന്ന ദിവസമായി. ഈ സമയം വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ പ്രകാശൻ കോടതിയിൽ എത്തുന്നത്. പ്രകാശൻ തീരുന്നത് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ കിരണും കല്യാണിയും ദീപയും ഒക്കെ വരുന്നുണ്ട്. ഇവരെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണല്ലോ പ്രകാശൻ തൻ്റെ അടുത്ത നീക്കങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രകാശനെ തോപ്പിക്കുന്നതും പ്രകാശൻ തോറ്റു തുന്നം പാടുന്നതും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. പ്രകാശന് നല്ല കോൺഫിഡൻസ് ആണ്. നമ്മുടെ പ്രകാശന് സഹായിയായിട്ട് രാജപ്പനും ഉണ്ട് കേട്ടോ. എല്ലാവരും കൂടെ ആ കോടതി വരാന്തയിൽ നിൽക്കുമ്പം വീണ്ടും ഒരു വാഗ്വാദം നടക്കുകയാണ്. അതെ, എന്നെ തകർക്കാൻ വേണ്ടിയിട്ട് എവിടെയോ കിടന്ന രാജപ്പ എവിടെ കിടന്നതാണ്? തമിഴ്നാട്ടിൽ എവിടെയോ കിടന്ന ഒരുത്തിയെ ഇവനും ഇവൻ്റെ ഭാര്യയും കൂടി പൊക്കിക്കൊണ്ട് വന്നായിരുന്നല്ലോ. എന്നിട്ട് അവൾ എവിടെ പോയടാ? അവൾ ഇന്ന് കോടതി കൂടുന്ന ദിവസം അവൾ ഇന്ന് വരുമോന്ന് ഒന്ന് കണ്ടറിയണമെന്ന് പറഞ്ഞു. പ്രകാശൻ്റെ ഈ ഒരു അമിതമായിട്ടുള്ള വിശ്വാസവും ഈ കോൺഫിഡൻസും ഒക്കെ കാണുന്ന സമയത്ത് കിരണും കല്യാണിയും പരസ്പരം നോക്കി. ആദ്യം കോടതി കൂടട്ടെ, അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം. ലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീ ഇവിടെ വന്ന് തനിക്കെതിരെ മൊഴി കൊടുക്കൂടോ, അന്ന് താനേ മനസ്സിലാക്കും എൻ്റെ അമ്മ എത്രമാത്രം തങ്കപ്പെട്ടതായിരുന്നു എന്ന്. തനിക്ക് മനസ്സിലാകും താൻ ഇനി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കല്യാണി പ്രകാശനെ പിരികേറ്റുക. പ്രകാശനല്ലേ ആള്. പ്രകാശൻ തകരാതെ തളരാതെ അങ്ങനെ മുന്നോട്ട് പോവുക. നമുക്ക് കാണാം. എന്തായാലും അകത്തോട്ട് കയറെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും അവിടെ ഇങ്ങനെ ഇരിക്കുക. ഈ സമയം ജഡ്ജി ഏമ വന്നിട്ട് പ്രധാന സാക്ഷിയെ വിളിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ 1 വിളിച്ചു, 2 വിളിച്ചു. 3ാമത്തെ വിളിയിലും നമ്മുടെ പ്രകാശൻ ആളെത്തില്ല എന്ന് വിചാരിച്ചു വളരെ സന്തോഷത്തോടു കൂടി അങ്ങനെ ഇരിക്കുക. പ്രകാശൻ്റെ വിചാരം ലക്ഷ്മി ചത്തുപോയല്ലോ, ലക്ഷ്മിയുടെ പ്രേതം തന്നെ വന്ന് പേടിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവൾ വരില്ല എന്ന് വിചാരിച്ചുകൊണ്ട് പ്രകാശൻ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുക. അങ്ങോട്ടേക്ക് ലക്ഷ്മിയമ്മ കടന്നു വരിക. ലക്ഷ്മിയമ്മയെ കണ്ട പാടെ തന്നെ നമ്മുടെ പ്രകാശൻ്റെ കിളികളൊക്കെ പറന്നു. എൻ്റെ ദൈവമേ, ഇവളെനി പ്രേതമാണോ അതോ ഒറിജിനലാണോ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. രാജപ്പനെ ഒന്ന് നോക്കി പ്രകാശൻ. അതിനുശേഷം അണ്ണ എന്തുവാണ്ണ ഇത്, വന്നു അവൾ വന്നു എന്നും പറഞ്ഞ് പ്രകാശൻ ഇങ്ങനെ ആക്ഷൻ കാണിക്കുമ്പം രാജപ്പൻ നിന്ന് വാ വിളിക്കുക. ഈശ്വര, ആ മുത്തു ഇവളെ കൊന്നിട്ട് പോയതല്ലേ, പിന്നെ ഇവളിത് എങ്ങനെ വന്നു? ഇനി പ്രകാശൻ പറയുന്ന പോലെ എങ്ങാനും പ്രേതമായിട്ടെങ്ങാനും വന്നതാണോ? സത്യങ്ങളൊക്കെ പറയാൻ പ്രേതങ്ങൾ കേസ് തെളിയിച്ച കഥകളൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ രാജപ്പൻ ഇങ്ങനെ ആലോചിക്കുക. ആ സമയം പ്രകാശൻ നിന്നുരുകി. അങ്ങോട്ടേക്ക് കയറി വന്ന ലക്ഷ്മി തൻ്റെ ജീവിതത്തിൽ ലക്ഷ്മിയമ്മ അനുഭവിച്ച സകല ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അവിടെ നിന്ന് വിളമ്പാൻ തുടങ്ങിയപ്പോഴാണ് പ്രകാശിന് ബോധം വന്നത്. പ്രകാശിന് മനസ്സിലായി ഇവള് പ്രേതമല്ല, ഇവൾ ഒറിജിനൽ ആണെന്ന്. അപ്പം തന്നെ ചതിക്കുമായിരുന്നുവെന്ന് അയാൾ അവിടെ വെച്ച് മനസ്സിലാക്കി. അതിനുശേഷം ഇവൾ ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ മുഴുവനും കോടതി അങ്ങോട്ട് വിശ്വസിക്കുക.
നമ്മുടെ പ്രകാശിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും. അങ്ങനെ പ്രകാശൻ അവിടെ പെട്ടു. പ്രകാശിന്റെ കേസിന് വിധി പറയുന്ന ദിവസം മാറ്റിവെക്കുകയാണ്. അപ്പം ഇങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണെങ്കിലോ ശാരിയും ബഗാസുരനും കൂടി നമ്മുടെ മനുവിൻ്റെയും അതേപോലെ സരയുൻ്റെയും കുഞ്ഞിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു പിച്ചക്കാരനെ കണ്ടെത്തിക്കൊണ്ട് വരികയാണ്. ആ പിച്ചക്കാരൻ വന്നിട്ടാണെങ്കിലോ എല്ലാം ഞാൻ നോക്കിക്കോളാം, ഈ കുഞ്ഞിനി ഈ നാട്ടിലേക്കേ വരില്ല, ഇതിനെ ഞാൻ വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു നാട്ടിൽ കൊണ്ടുപോയി പിച്ച് തെണ്ടിച്ചോളാന്ന് പറഞ്ഞു. ശാരിക്ക് മനസ്സോടു കൂടിയാണെങ്കിലും തൻ്റെ മകളുടെ ഭാവിയൊക്കെ ആലോചിച്ചുകൊണ്ട് ശാരി സരയുവിൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങുന്ന കുഞ്ഞിനെ പതുക്കെ വന്ന് എടുത്തുകൊണ്ട് പോവുക. ബഗാസുരനാണെങ്കിലോ ശാരി ഞാൻ പറയുന്ന പോലെ തന്നെ നീ കാര്യങ്ങൾ ചെയ്യണേ, ഇല്ലെങ്കിലും മനു എന്തായാലും നമ്മുടെ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോവും. അങ്ങനെ പോയാൽ അവൾക്ക് നാളെ ഒരു ജീവിതം വേണ്ടേ? ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ അനന്തരവനെ കൊണ്ട് തന്നെ സരയുവിൻ്റെ കഴുത്തിൽ താലി കെട്ടിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്. ഇത് വല്ലതും നടക്കുമോ? ഈ കുഞ്ഞിനെ തിരിച്ചിങ്ങോട്ടെങ്ങാനും വരുമോ എന്നുള്ള പേടിയാണ് നമ്മുടെ ശാരിക്ക്. അങ്ങനെ തൻ്റെ മകളുടെ ആ ഒരു പ്രാണനെ പറിച്ചെടുത്തുകൊണ്ട് ശാരി നേരെ കൊണ്ടുപോയി ആ പിച്ചക്കാരൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിലോ ഇവരെയൊക്കെ പൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കിരണും കല്യാണിയും കൂടി ചില തന്ത്രങ്ങളൊക്കെ മെനയുന്നതും ഒക്കെ കാണിച്ചുകൊണ്ടാണ് പ്രമോ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ ഓക്കെ.